الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ തൃപ്തിക്കും ഇഷ്ടത്തിനും പാത്രമാകുന്ന രൂപത്തിൽ തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സ്വാലിഹുകളോടും ശുഹദാക്കളോടുമൊപ്പം കുടുംബസമേതം പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ സജീവമായ ചില ചർച്ചകളുണ്ടായിരുന്നു. മുസ്ലിം സംഘടനകൾ പരസ്പരം വാഗ്വാദങ്ങളിലേർപ്പെട്ട ചില ചർച്ചകൾ ഇന്നും ഇന്നലെയും അല്പ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ ആ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ അവർക്ക് പള്ളിയിൽ പ്രവേശിക്കാമോ, അവർക്ക് നമസ്കാരത്തിനും ഇബാദത്തിനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം പള്ളിയിൽ നൽകപ്പെട്ടിട്ടുണ്ടോ, അത് അനുവദനീയമാണോ
എന്ന ചർച്ചകൾ, ഒരു വിഭാഗം അത്തരം ചർച്ചകൾ അത് സ്ത്രീ പള്ളിപ്രവേശനം അത് അനുവദിക്കപ്പെട്ടതല്ല, നിഷിദ്ധമാണ് എന്ന് വാദിക്കുമ്പോൾ, സ്ത്രീകൾക്ക് പള്ളികൾ അനുവദിക്കപ്പെട്ടതാണ്, അവിടേക്ക് ആരാധനകൾക്ക് വേണ്ടി അവർക്ക് വരുന്നത് ജായിസായ അനുവദനീയമായ കാര്യമാണ്, അള്ളാഹുവും പ്രവാചകനും അവർക്ക് അത് അനുവദിച്ചു നൽകിയിട്ടുണ്ട് എന്ന് മറുവിഭാഗവും വാദിക്കുന്നു. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കൂടെ കൂടുക എന്നുള്ളതല്ലല്ലോ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ബാധ്യതയായിട്ടുള്ളത്. മറിച്ച് ഏതൊരു തരത്തിലുള്ള വിശ്വാസങ്ങളും ചർച്ചകളും ഇത്തരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ സമൂഹത്തിൽ ഉടലെടുക്കുമ്പോൾ എന്താണ് ഇവിഷേകമായിട്ട് അള്ളാഹുവും പ്രവാചകനും നമ്മെ പഠിപ്പിച്ചത് എന്നത് അന്വേഷിക്കുകയും ആ പ്രമാണങ്ങളോടൊപ്പം നിൽക്കുകയുമാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറ നിസാഇന്റെ 59-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നത് അതാണ്. വിശ്വാസികളെ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, വല്ല ഭിന്നാഭിപ്രായങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ അത്തരം അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹു എന്താണോ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ അധ്യാപനം എന്താണ്, ഖുർആൻ എന്ത് പറയുന്നു എന്ന് പരിശോധിക്കണം. വറസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്ത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. സൂറ ഹശറിന്റെ 7-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം. വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹുവിന്റെ തിരുദൂതർ എന്താണോ കൊണ്ടുവന്നിട്ടുള്ളത്, അവിടുത്തെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്താണോ ഫഖുദു, അതാണ് വിശ്വാസികളെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹുവിന്റെ റസൂൽ അരുതെന്ന് നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണമെന്നാണ് അള്ളാഹുവും പ്രവാചകനും നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വിഷയകമായി നമ്മൾ ഇന്ന സംഘടനയിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഗ്രൂപ്പിലാണ്, അല്ലെങ്കിൽ ഞാനുള്ള ആ ആളുകളൊക്കെ തന്നെ ഇങ്ങനെയാണ് വാദിക്കുന്നത്, അതുകൊണ്ട് എന്റെ നിലപാട് ഇങ്ങനെയാണ്, ഇതല്ല ഒരു മുസ്ലിം, ഒരു വിശ്വാസി. ഇതൊരു സംഘടനയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗത്തിന്റെയോ തരത്തിലുള്ള ചർച്ചകളല്ല. മറിച്ച് ഇവിഷയകമായി ദീനീപരമായിട്ടുള്ള വിശ്വാസങ്ങളോ ആചാരങ്ങളോ ആരാധനകളോ ആയ വിഷയങ്ങൾ അഭിപ്രായ ഭിന്നത ഉടലെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ സർവ്വതരത്തിലുള്ള കക്ഷിത്വങ്ങൾക്കും അതീതമായി കൊണ്ടൊരു വിശ്വാസിയുടെ മനോമുഖരത്തിൽ ഉണ്ടാവേണ്ട ചിന്ത, എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിഷയകമായി എന്നെ പഠിപ്പിച്ചതെന്ത്, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ എന്നെ പഠിപ്പിച്ചതെന്ത്, എനിക്ക് മാർഗരേഖയായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ വിശുദ്ധ ഖുർആൻ ഇവിടെയുണ്ട്, തിരുസുന്നത്ത് ഇവിടെയുണ്ട്. ഈ വിഷയകമായി ഖുർആനിലും ഹദീസിലും എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെ ഇന്ന സംഘടനയോ ഇന്ന കക്ഷിയോ ഇന്ന നേതാക്കളോ ഇന്ന ശൈഖോ ഒന്നുമില്ല. അതൊന്നും ഈ പ്രമാണങ്ങൾക്ക് മുമ്പിൽ ഒന്നുമല്ല എന്ന് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടണം. എന്നിട്ട് ആ പ്രമാണങ്ങളെയാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ഈ വിഷയകമായിട്ട് നമുക്കറിയാം ആരാധനകളെ കുറിച്ച്, അമലു സ്വാലിഹാത്തുകളെ കുറിച്ച്, അമല് ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഞാൻ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആൻ സൂറ നിസായിലെ 134-ാമത്തെ വചനം. അത് നോക്കൂ, അല്ലാഹു പഠിപ്പിക്കുന്നത് എന്താണ്? വമയ്യഅമൽ മിനസ് സ്വാലിഹാതി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ആരെങ്കിലും വമയ്യഅമൽ മിനസ് സ്വാലിഹാത്ത്, ആരെങ്കിലും സ്വാലിഹത്തായ സൽക്കർമ്മങ്ങൾ ആരെങ്കിലും പ്രവർത്തിച്ചാൽ, മിൻ ദക്കരിൻ ഔ ഉൻസ, അവർ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, വിവേചനങ്ങളില്ല. പുരുഷന് ഈ തരത്തിലുള്ള പ്രതിഫലങ്ങളൊക്കെ കരസ്ഥമാക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ട്, എന്നാൽ സ്ത്രീക്ക് അതില്ല എന്നല്ല. മിൻ ദക്കരിൻ ഔ ഉൻസ, അവർ പുരുഷനാവട്ടെ അവർ സ്ത്രീയാവട്ടെ, വഹുവ മുഅ്മിനുൻ, എന്താണ് കണ്ടീഷൻ, എന്താണ് നിബന്ധന? മുഅ്മിനാവണം, സത്യവിശ്വാസിയാകണം. എങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറാ, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിശ്വാസത്തോടു കൂടിയുള്ള സൽപ്രവർത്തനങ്ങൾ ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും അവർ യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും.
വലാ യുസ്ലമൂന നഖീറ, അവരോട് ഒരു തരിമ്പ് പോലും അനീതി കാണിക്കപ്പെടുകയില്ല, അക്രമം കാണിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇതേ രൂപത്തിൽ തന്നെ സൂറത്തു നഹ്ലിലും അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം, മൻ അമില സാലിഹ, ആരെങ്കിലും ഒരു സാലിഹായ സൽക്കർമ്മം പ്രവർത്തിച്ചു, മിൻ ദകരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിനുൻ, എന്തായാ മതി, മുഅ്മിനായാ മതി, സത്യവിശ്വാസം സ്വീകരിച്ചാൽ മതി. ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഏറ്റവും നല്ല ജീവിതമാണ് നാം അവർക്ക് നൽകാൻ പോകുന്നത്. ഫലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമായിക്കൊണ്ട് അവർക്ക് ഏറ്റവും നല്ല അജ്ർ, സവാബ്, ഏറ്റവും നല്ല പ്രതിഫലമാണ് അവർക്ക് നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും. ഇവിടെയൊന്നും ആണും പെണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസവുമില്ല. ആരാധന കർമ്മങ്ങളുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ച രണ്ട് വചനങ്ങളിൽ മൻ ആമില സ്വാലിഹൻ വമൻ യഅമൽ സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ, ആരാധനകൾ പ്രവർത്തിക്കുന്ന വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതാണല്ലോ പരിശോധിക്കേണ്ടത്. ഖുർആനിൽ നേരിട്ടുകൊണ്ട് സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, നേരിട്ട്. എന്നാൽ ചില സൂചനകളുണ്ട്. മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ, അവരുടെ അലൈഹിസ്സലാത്തു വസ്സലാം അവർ പള്ളിയിൽ ജീവിച്ചിരുന്നു എന്നും അവരെ കൊണ്ട് പറഞ്ഞ സമയത്ത് നോക്കൂ, സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു പറയുന്നത് കാണാം, യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅറാകിഈൻ. പള്ളിയിൽ താമസിക്കാൻ വേണ്ടി മറിയം ബിബിയോട് കൽപ്പിച്ചപ്പോ മറിയം ബിബിയോട് അള്ളാഹു ചില നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത് വർകഈ, നീ റുകൂഅ് ചെയ്യണം, മഅറാകിഈൻ, ആരോടൊപ്പം? റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം. ഇത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, ഈ മഅറാകിഈൻ നീ നിസ്കരിക്കണം എന്നല്ല, നിസ്കരിക്കുന്നവരോടൊപ്പം നമസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം, അതിന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താണ്? ജമാഅത്തായിട്ട് നമസ്കാരം നിർവഹിക്കണമെന്നാണ് എന്ന് തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിലുള്ള ഒരു വിഷയമാണ് മറിയം ബീവിയുമായി ബന്ധപ്പെട്ടിട്ട് അതല്ലെങ്കിൽ സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഒട്ടനവധി ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഹദീസുകൾ പരിശോധിച്ചാൽ 5 നേരത്തെ ഫർദ് നമസ്കാരത്തിനും സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പള്ളിയിൽ പങ്കെടുത്തതായി, ഫജ്ർ നമസ്കാരത്തിന്, ഇശാ നമസ്കാരത്തിന്, സുന്നത്ത് നമസ്കാരങ്ങൾക്ക്, ഈ രൂപത്തിൽ ഇത്തികാഫിന്, പല ആരാധനാ കർമ്മങ്ങൾക്കും പള്ളിയിലേക്ക് സ്വഹാബ വനിതകൾ, വിശ്വാസിനികളായ സ്ത്രീകൾ കടന്നു വന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ, ആ സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആ ജീവിതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഇദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനൂ ലഹുന്ന. എന്താ റസൂലുള്ളാഹിന്റെ കൽപ്പന പുരുഷന്മാരോടാണ്? ഇദസ്തഇദനകും നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ, ബില്ലൈൽ, എപ്പോ? രാത്രി അനുവാദം ചോദിച്ചാൽ, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകാൻ, ഫഅദനൂ ലഹുന്ന, അവർക്ക് സമ്മതം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ അവർക്ക് സമ്മതം കൊടുക്കണം. അതുപോലെ തന്നെ ഇദസ്തഇദനകും നിസാഉകും ഇലൽ മസ്ജിദി ഫഅദനൂ ലഹുന്ന, ഒരുപാട് ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ ആദ്യം ഉദ്ധരിച്ചത്. ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടിൽ കാണാം, നിങ്ങളുടെ ഭാര്യമാർ, സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ അവർക്ക് നിങ്ങൾ സമ്മതം കൊടുക്കണമെന്ന്. രാത്രി ചോദിച്ചാലും നിങ്ങൾ സമ്മതം കൊടുക്കണമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തംനഉ നിസാഅക്കും അൽ മസാജിദ ഇദസ്തഇദനകും ഇലൈഹാ, ഇദസ്തഇദനകും ഇലൈഹാ. നോക്കൂ, ലാ തംനഉ, പുരുഷന്മാരോടാണ്, ലാ തംനഉ, നിങ്ങൾ തടസ്സം നിൽക്കരുത്, നിങ്ങൾ തടയരുത്, നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ തടയരുത്, അൽ മസാജിദ, പള്ളിയിൽ നിന്ന് തടയരുത്, ഇദസ്തഇദനകും ഇലൈഹാ, അവർ അവിടേക്ക് പോകാൻ നിങ്ങളോട് സമ്മതം ചോദിച്ചാൽ പാടില്ല, ഞാൻ വിടൂല, സമ്മതിക്കൂല എന്ന് പറയരുത്, എന്ന് തടയരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. ഒരുപാട് ഹദീസുകൾ
ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നാണ് ഈ വിഷയപരമായിട്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹവും തന്റെ മക്കളുമായിട്ടുള്ള ഒരു സംസാരം നമുക്ക് കാണാൻ കഴിയും. മഹാനായ ബിലാൽ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻ അബീഹി قال رسول الله صلى الله عليه وسلم ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ ലാ തംനഉ നിസാഅ ഹുദൂദഹുന്ന മിനൽ മസാജിദ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. അദ്ദേഹം മകനോട് പറയുന്നത് നീ എന്ത് ചെയ്യരുത്, ഭാര്യയെ തടയരുത് എന്നുള്ളതാണ്. ഹുദൂദഹുന്ന, എന്തിൽ നിന്ന്? അവർക്കുള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ, അവർക്കുള്ള പ്രതിഫലം, അവർക്ക് ലഭിക്കാനുള്ള ഒരു പങ്കുണ്ട്. ആ പങ്കിൽ നിന്ന് നീ തടയരുത്. മിനൽ മസാജിദ്, എവിടെ നിന്ന്? പള്ളിയിൽ നിന്ന്. പള്ളിയിലേക്ക് പോകൽ കേവലം അനുവദനീയം എന്നാണ് പലരും ധരിച്ചത്. അങ്ങനെ അനുവദനീയം എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ തടയരുത്, അവർക്കിത് നിർബന്ധമാക്കിയിട്ടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പള്ളിയിൽ വരിക എന്നുള്ളത്, അതുപോലെ തന്നെ ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്നുള്ളത് അനിവാര്യമായ ഘടകമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ഉദ്റുകൾ നൽകിയിട്ടുണ്ട്, ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. അത് അവരുടെ ശാരീരിക പ്രകൃതി, അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു വേറെ നൽകിയിട്ടുണ്ട്. കുല്ലുക്കും റാഇയ്യത്തുൻ എന്ന് പറഞ്ഞല്ലോ, അവർ വീട്ടിലെ ഭരണാധികാരികളാണ്. അവർക്ക് വീട്ടിൽ കുറെ ചുമതലകളുണ്ട്, മക്കളുടെ വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒഴിവാക്കി ഉപേക്ഷിച്ചുകൊണ്ട് നിർബന്ധമായും പള്ളിയിലേക്ക് വരിക എന്നുള്ളത് അവർക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടില്ല. മറിച്ച് അവർക്ക് ഇളവ്. എന്നാലോ ഈ ഇളവ് ഒരു സ്ത്രീ പറയാൻ എനിക്ക് പോകണം, എനിക്ക് പോകാം, എനിക്ക് സമയമുണ്ട്, എനിക്ക് താല്പര്യമുണ്ട്, അവിടെ ചെന്നിട്ട് ആ പ്രതിഫലം കൂടെ എനിക്ക് കരസ്ഥമാക്കണം എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ നിസാഅ ഹുദൂദഹുന്ന മിനൽ മസാജിദി. ആ പങ്ക് അവർക്ക് നിങ്ങൾ നിഷേധിക്കരുത്. ഇദസ്തഇദനുക്കും, അവർ നിങ്ങളോട് സമ്മതം ചോദിച്ചാൽ. ഫഖാല ബിലാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകൻ അപ്പോൾ പറഞ്ഞു, വല്ലാഹി ലനംനഉഹുന്ന. അദ്ദേഹം താബിഈയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലനംനഉഹുന്ന, ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തടയരുത് എന്ന് നബി പറഞ്ഞ ഹദീസ് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തടയും. വഖാല ലഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലു അൻത ലനംനഉഹുന്ന. ഞാൻ അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് ഒരു ഹദീസ് പറയുമ്പോ തടയരുതെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നീ പറയുന്നത് എന്താ? ലനംനഉഹുന്ന, ഞങ്ങൾ തടയുമെന്നാണോ പറയുന്നത്? ഈ ഹദീസ് വിശദീകരിച്ച ഈ സംഭവത്തിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരണം വരെ ബിലാലുമായിട്ട് മിണ്ടിയിട്ടില്ല എന്നൊക്കെ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നോക്കൂ, ഗൗരവമുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നൊരു കാര്യം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നോക്കൂ, ഇത്രയും നൂറുകണക്കിന് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ടാകുമ്പോ നമ്മുടെ നാട്ടിലൂടെ മൈക്ക് കിട്ടിയിട്ട് പ്രഭാഷണം നടത്തുന്നത് അവർക്ക് നിഷിദ്ധമാണ്, അവർക്ക് തടയപ്പെടേണ്ടതാണ്, അവര് വരാൻ പാടില്ലാത്തതാണ്, അവർക്ക് ഫിത്ന പല പല ന്യായങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ഈ ഹദീസുകളൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം എന്താ? അവർക്ക് പള്ളിയിലേക്ക് വരാം, അവർക്ക് ഇബാദത്തുകൾ നിർവഹിക്കാം. പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നി ലഅദ്ഖുലു ഫി സ്വലാത്തി ഫഉരീദു ഇത്വാലതഹ. ഞാൻ ചില നമസ്കാരങ്ങൾക്ക് നിൽക്കും, ഇമാമായിട്ടാണല്ലോ പ്രവാചകന്റെ നിൽപ്പ്. ആ സമയത്ത് ഫഉരീദു ഇത്വാലതഹ, ഞാൻ എന്ത് ചെയ്യും? കുറെ ദീർഘത്തോടുകൂടി ദൈർഘ്യമേറിയ ആ നമസ്കാരം, കുറെ ഖുർആനൊക്കെ ഓതി ഒരു നീണ്ട നമസ്കാരം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അപ്പോഴാണ് പിന്നിൽ നിന്ന് ചില കുഞ്ഞുങ്ങളുടെ, ചെറിയ മക്കളുടെ കരച്ചിൽ ഞാൻ കേൾക്കുക. ആ കുട്ടിയുടെ കരച്ചിൽ, ആ കുട്ടിയുടെ മാതാവിനുണ്ടാക്കുന്ന പ്രയാസത്തെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യും? ആ നമസ്കാരത്തിൽ ഉപകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മനസ്സിലായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയുടെ കരച്ചിൽ കേൾക്കും. കുട്ടി ഉണ്ടെന്നല്ല, ആർക്കാണ് പ്രയാസം? ആ കുട്ടിയുടെ മാതാവിന്, ചെറിയ കുഞ്ഞുങ്ങളെയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ സ്ത്രീകൾ വന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഈ ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ عن أم سلمة رضي الله عنها من ريبورت سيدنا حديث أن النبي صلى الله عليه وسلم كان إذا سلم يمكث في مكانه يسيرا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വിട്ടി കഴിഞ്ഞാൽ കുറച്ചു നേരം അവിടെ ഇരിക്കും. قال ابن شهاب فنرى
വല്ലാഹു ആലം ലികൈ യൻഫുദ മിൻ മൻ യൻസരിഫു മിനൻ നിസാഇ, സ്ത്രീകളൊക്കെ പിരിഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം അവിടെ ഇരിക്കാറ് എന്ന് സഹാബാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാനത്ത് മിൻ സവാഹിബാതിഹാ ഖാലത്ത് കാന യുസല്ലിമു ഫയൻസരിഫു നിസാഉ, സലാം വിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യും? സ്ത്രീകൾ എഴുന്നേറ്റ് പോകും. വയദ്ഖുൽന ബുയൂതഹുന്ന മിൻ ഖബ്ലി അൻ യൻസരിഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ സഹാബാ വനിതകളൊക്കെ പോയിട്ട് അവരുടെ വീടുകളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നമുക്ക് വരച്ച് കാണിച്ചു. ഇവിടേക്ക് എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടയരുതെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അവർ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റ് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ഇതൊക്കെ ഹദീസിലുള്ളതാണ്. എത്രത്തോളം എന്നറിയോ? സുബഹിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് നോക്കൂ. കുന്ന നിസാഉൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ യശ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുക്കാറുണ്ടായിരുന്നു. സ്വലാത്തുൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറുത്തിഹിന്ന, അവരുടെ മൂടുപടങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് എന്ത് എപ്പോ സ്വലാത്തുൽ ഫജ്ർ, എന്തിന്? ഫജ്ർ നമസ്കാരത്തിന്, സുബഹി നമസ്കാരത്തിന് വരെ പ്രവാചകനോടൊപ്പം ഉണ്ടാകുമായിരുന്നു. നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അവർ പിരിഞ്ഞു പോകും. ആ ഇരുട്ടുമാറാത്തത് കൊണ്ട് ആരാ വന്നത് ആരാ പോയതെന്നും നിന്നില്ല. കൃത്യമായിട്ട് ആളുകൾക്ക് അന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, കൃത്യമായിട്ട് ആളുകളെ മനസ്സിലാവാത്ത രൂപത്തിലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്വലാത്തി സുബ്ഹി ഫി അവ്വലിൽ വഖതി, ആദ്യ സമയത്ത് തന്നെ എന്ത് വേണം? ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകണമെന്ന് ഈ ഹദീസിൽ നിന്ന് സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ വജവാസു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദി, നോക്കൂ ഇബ്നു ഹജർ അസ്ഖലാനി ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനാണ്. അദ്ദേഹം ഫത്ഹുൽ ബാരി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, വജവാസു അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാം. ഖുറൂജിൻ നിസാഇ, സ്ത്രീകൾ പുറപ്പെട്ടു പോകുക എന്നുള്ളത് ഇലൽ മസാജിദി, പള്ളികളിലേക്ക്, ലിശുഹൂദി സ്വലാത്തി ഫിൽ ലൈൽ, രാത്രി നമസ്കാരം. ഫജ്ർ നമസ്കാരം എന്ന് പറഞ്ഞാൽ രാവിലെ അല്ലല്ലോ, നേരം വെളുത്തിട്ടുള്ളതല്ല, അതും രാത്രിയിലാണ്. ആ രാത്രിയിൽ തന്നെ നമസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് പോകാം, അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. വയുഖദു മിൻഹു, മാത്രമല്ല ഈ ഹദീസിൽ നിന്നൊരു കാര്യം കൂടെ മനസ്സിലാകുന്നുണ്ട്. എന്താണത്? ജവാസുഹു ഫിന്നഹാർ മിൻ ബാബിൽ ഔലാ ലിഅന്ന അൽ-ലൈലത മദുന്നത്തു ദീബ അക്സറ മിൻ നഹാർ, രാത്രിയിൽ പോകാം എന്നുണ്ടെങ്കിൽ പകലിൽ എന്തായാലും പോകാം എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. ഇനിയും സഹോദരങ്ങളെ, വിഷയകമായി ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് നമസ്കാരത്തിന്റെ വിഷയം, ഫജ്ർ നമസ്കാരത്തിന്റെ വിഷയം, ഈ നമസ്കാരത്തിന്റെ വിഷയങ്ങൾ മാത്രമല്ല, ഈ ഇഅ്തികാഫിന്റെ വിഷയത്തിൽ പോലും നബി സല്ലല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ ഹത്താ തവഫാഹു അല്ലാഹ് ثم اعتكف ازواجه من بعده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടുന്ന് ഇത്തികാഫിൽ നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണാനന്തരവും അവിടുത്തെ ഭാര്യമാർ പള്ളിയിൽ ഇത്തികാഫ് എവിടെ പറ്റൂ? പള്ളിയിലേ പറ്റൂ. പള്ളിയിൽ വന്ന് ഇത്തികാഫ് ഇരുന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സഫിനെ കുറിച്ച് സംസാരിച്ചത് നോക്കൂ. ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ വശറുഹാ ആഖിറുഹാ, പുരുഷന്മാരുടെ ഏറ്റവും ഖൈറായ സഫ് ഏതാണെന്നറിയോ? അത് അവ്വലുഹ, ഒന്നാമത്തെ സഫാണ്. വശറുഹാ ആഖിറുഹാ, അതിന്റെ ശർറായ സഫ്, അതിൽ നിന്ന് മോശമായ സഫുകളാണ് ബേക്കോട്ടുള്ളത്. അതാണ്. അപ്പൊ ഏറ്റവും ഖൈറായത് ഏതാണ്? ഒന്നാമത്തെ സഫാണ് എന്ന്. അതുപോലെ തന്നെ ഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശറുഹാ അവ്വലുഹാ, എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പിന്നിലെ സഫാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്നാണ്. ഇതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇതൊരു സംഘടനയുടെ വിഷയമല്ല, ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു കക്ഷിത്വത്തിന്റെ വിഷയമല്ല, മറിച്ച് ഇത്തരം ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ എന്നുള്ളതിലേക്ക് നമ്മൾ നോക്കേണ്ടത് എന്താ പ്രവാചകൻ ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്, എന്താണ് സഹാബത്തിന്റെ ഈ വിഷയത്തിലുള്ള ചര്യകൾ എന്തൊക്കെയാണ്.
നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്? പ്രമാണത്തോടൊപ്പമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഹദീസുകളിലൊക്കെ തന്നെ പ്രവാചകനോടൊപ്പം സഹാബ വനിതകൾ ഉണ്ടായിരുന്നു. അവർ പ്രവാചകനോടൊപ്പം നമസ്കാരത്തിൽ നിർവഹിച്ചിരുന്നു, ഇഅ്തികാഫിന് പങ്കെടുത്തിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രമാണത്തോടൊപ്പം നിൽക്കുക, പ്രവാചകനും അള്ളാഹുവും എന്താണ് പഠിപ്പിച്ചത് ആ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് നമ്മുടെ നിലപാട്, ഇതാവണം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസികളുടെ നിലപാട്, ഇതാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പല ന്യായവാദങ്ങളും പറയുന്നിടത്ത് പലരും പറയുന്ന ഒരു ഹദീസ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് വബുയൂതഹുന്ന ഖൈറുൽ ലഹുന്ന. എന്താണ് ഹദീസിന്റെ തുടക്കം? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുത്. ഒന്നാമത്തെ ഭാഗം അതാണ്, അതാരും പറയാറില്ല. അതിനുശേഷം വബുയൂതഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് വീടാണ് ഉത്തമം എന്ന് ഹദീസിലുണ്ടല്ലോ. ഈ ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം ഷാദ് എന്ന ഗണത്തിൽപ്പെടുന്നതാണ്. കാരണം ഒട്ടനവധി സ്വഹീഹായ ഹദീസുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കം ഒട്ടനവധി ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷെ അവിടെയൊന്നും ഈ ഒരു വാൽകഷ്ണം കാണുക സാധ്യമല്ല. ഒരു ഹദീസിൽ മാത്രമാണ് വബുയൂതഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഇത് ഷാദാണ്, ഇത് തെളിവ് പിടിക്കാൻ പാടില്ലാത്തതാണ്, ഇതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന്. കാരണം ഒട്ടനവധി സ്വഹീഹായ ഹദീസുകൾ മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ധാരാളം ഹദീസുകൾക്ക് വിരുദ്ധമായ രൂപത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന്. എങ്കിലും ഇനി ഇത് സ്വഹീഹാണെങ്കിൽ, ഇത് തെളിവിന് പറ്റുമെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ വാദിക്കുന്നത് പോലെയാണോ? കാരണം എന്താ ഇവിടെ പറഞ്ഞെന്താണ്? അവരുടെ വീടാണ് ഉത്തമം. അതിന്റെ അർത്ഥം പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിഷിദ്ധമാണെന്നാണോ? നമ്മളെ നാട്ടിലെ ആൾക്കാരെന്താ വാദിക്കുന്നത്? സ്ത്രീകൾക്ക് പള്ളിയിൽ വരൽ ഹറാമാണ് എന്നാണ്, നിഷിദ്ധമാണ് എന്നാണ്. അവർക്ക് ഇപ്പം പുതിയ പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പള്ളിപ്രവേശനം ചർച്ച ഇല്ല. കാരണം പള്ളിയിൽ പ്രവേശിക്കുന്നതിന് നമ്മൾ ആരും എതിരല്ല, അവർ നിസ്കരിക്കാൻ വരുന്നതിനാണ്, അല്ലെങ്കിൽ ഇബാദത്തിന് വരുന്നതിന്. ഒരു പുതിയ പള്ളി ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ ഒന്ന് കയറ്റി പള്ളിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഒന്ന് മന്ത്രിക്കാൻ വരുന്നതിന്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഏർപ്പാടുകൾക്ക്, അല്ലേ, അതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, മജ്‌ലിസുൻ മുഹദറത്തുൽ ബദരിയ, അത്തരം ഏർപ്പാടുകൾക്ക് ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പള്ളിപ്രവേശനമല്ല ചർച്ച വിഷയം, മറിച്ച് എന്താണ്? ഇബാദത്തിന്, നമസ്കാരത്തിന് വേണ്ടി വരുന്നത് നിഷിദ്ധമാണ്. അത് ഈ ഹദീസിൽ നിന്ന് കിട്ടുമോ? പുരുഷന്മാരെ സംബന്ധിച്ച് സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ച്, നമുക്ക് സുന്നത്ത് നമസ്കാരം എവിടെയാണ് ഖൈർ? പള്ളിയിൽ നിന്നല്ല. ദുഹർ നമസ്കാരം നമസ്കരിച്ചാൽ അതിന്റെ മുമ്പും പിമ്പുള്ള റവാത്തിബൊക്കെ നമുക്ക് എവിടെ ഖൈർ? എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ വീട്ടിൽ വെച്ചാണ് ഖൈർ. പക്ഷെ നമ്മളിൽ അധികം പേരും എവിടെ നിസ്കരിക്കുന്നത്? പള്ളിയിലല്ലേ. അത് ഹറാമാണോ? അല്ല. വെള്ള വസ്ത്രം ഖൈറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളയല്ലാത്ത വസ്ത്രം ധരിക്കുന്നത് ഹറാമാണോ? അതിന്റെ ഓപ്പോസിറ്റ് ഹറാമാവോ? ഇല്ല. അതൊക്കെ ചില ന്യായവാദങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് മാത്രം. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഈ ഹദീസിന്റെ തുടക്കത്തിൽ പോലും ഉള്ളത് എന്താണ്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, നിങ്ങൾ തടയരുത് എന്നാണ്. എവിടെയോ ഇത് പറയുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? ഈ ഹദീസിന്റെ തുടക്കം എടുക്കൂല, ഈ ഒരു വാൽകഷ്ണം മാത്രം എടുത്തിട്ട് അവരെ തടയുകയാണ്. അത് വലിയ അക്രമമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതേ ഇവിടെ മാത്രമല്ല, പല ഉംറ സംഘങ്ങളൊക്കെ പോയിട്ട് മസ്ജിദുൽ ഹറാമിൽ പോലും
മസ്ജിദുൽ ഹറമിൽ പോലും കഅബയുടെ സമീപത്ത് പോലും കേവലം തവാഫ് ചെയ്ത് തിരിച്ചു പോരുക എന്നല്ലാതെ അവരോട് പോലും നമസ്കാരം റൂമിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ പറയുന്ന വേദനാജനകമായ സങ്കടകരമായ അവസ്ഥകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ചെന്നിട്ട് പോലും ഇത്രത്തോളം പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച മസ്ജിദുൽ ഹറം, അതുപോലെ തന്നെ മസ്ജിദുൽ നബവി, ആ മസ്ജിദുകളിലൊക്കെ തന്നെയുള്ള പ്രതിഫലങ്ങളൊക്കെ സഹോദരികൾക്ക് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ നമുക്ക് കാണാം. എന്നാലോ നേരെ മറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ആണ്ടുകൾക്കും നേർച്ചകൾക്കും ഉറൂസുകൾക്കും മജ്ലിസുനൂറുകൾക്കും മഹ്ദറത്തുൽ ബദരിയകൾക്കും മൗലിദ് സദസ്സുകൾക്കൊക്കെ അങ്ങാടികളിലേക്കോ മദ്രസകളിലേക്കോ പള്ളികളിലേക്കോ അവിടെ ഒന്നും ഫിത്നയില്ല, അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല. മറ്റ് പള്ളിയിൽ പോകുമ്പോൾ മാത്രം ഫിത്ന. നമ്മൾ ഗൗരവത്തോടുകൂടി ആരെയും പ്രയാസപ്പെടുത്താനോ അതല്ലെങ്കിൽ ആക്ഷേപിക്കാനോ വേണ്ടി സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് ഗൗരവത്തോടുകൂടെ പ്രമാണങ്ങൾ എവിടെ നിൽക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ എവിടെ നിൽക്കുന്നു, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നത് ഗൗരവത്തോടുകൂടെ നമ്മൾ പരിശോധിക്കുകയും പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങളോടൊപ്പം നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുകയും വേണം. സഹോദരികളെ, പള്ളികളിലേക്ക് വരുമ്പോൾ ചില നിബന്ധനകളുണ്ട്. അവർ സുഗന്ധം പൂശാൻ പാടില്ല, അതുപോലെ തന്നെ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കണം, അതുപോലെ തന്നെ സഫുകൾ അവർ ശ്രദ്ധിക്കണം. ഈ രൂപത്തിലൊക്കെ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാരായ നമ്മളോടോ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൃത്യമായിട്ടും ഏർപ്പാട് ചെയ്തു കൊടുക്കണം. പലപ്പോഴും പല പള്ളികളിലും പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ എസിയും കാര്യങ്ങളും വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ടാവും. എന്നാൽ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്ത, അവർക്ക് പ്രയാസകരമാകുന്ന, അവരെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിലുള്ള കേവലം ഒരു സൗകര്യം അള്ളാന്റെ റസൂൽ തടയരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് കേവലം ഒരു സൗകര്യം അതും പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്തരം വിഷയങ്ങളൊക്കെ പ്രമാണത്തോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.